സദ്യയുടെ ഒരുക്കങ്ങൾ പല വീടുകളിലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത് സദ്യയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. പലരും സാധനങ്ങൾക്ക് വില ഉയരുന്നത് കൊണ്ട് തന്നെ സദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് ഇടാനും സാധനങ്ങൾ വാങ്ങാനും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാണെങ്കിലും ഓണസദ്യയിൽ നമ്മൾ കോംപ്രമൈസ് വരുത്താറില്ല. ഈ ഓണസദ്യ ഒരുക്കുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഓണസദ്യയിലെ കറികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സദ്യയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത് ഒരു ചെറിയ പഴഞ്ചൊല്ലാണ്. നിങ്ങളിൽ പലരും ഇത് കേട്ടിട്ടുണ്ടാകും. സ്വത്ത് വിറ്റിട്ടാണെങ്കിലും ഓണസദ്യ വെക്കണമെന്നാണ് ഈ പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്. ഇത് ഓണ ദിവസത്തെ സദ്യ മാറ്റി നിർത്താനാവാത്ത ആചാരം കൂടിയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഓണസദ്യക്ക് അതിൻ്റെതായ സവിശേഷതകളുണ്ട്. ഓണസദ്യക്ക് സാധാരണയായി വീടുകളിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പരിപ്പ്, പപ്പടം, നെയ്, സാമ്പാർ, കാളൻ, രസം, മോര്, അവിയൽ, തോരൻ, എരിശ്ശേരി, ഓലൻ, കിച്ചടി, പച്ചടി, കൂട്ടുകറി, ഇഞ്ചിക്കറി, നാരങ്ങ മാങ്ങ അച്ചാറുകൾ, പഴം നുറുക്ക്, കായ വറുത്തത്, ശർക്കര വരട്ടി, അടപ്രഥമൻ, പാലട, പരിപ്പ് പ്രഥമൻ, സേമിയ പായസം, പാൽപായസം തുടങ്ങിയവയാണ് ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങൾ. ഇതിൽ പായസം ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ഉണ്ടാക്കും. ഓണസദ്യ ഒരുക്കി കഴിഞ്ഞാൽ ആദ്യം കന്നിമൂലയിൽ നിലവിളക്ക് കൊളുത്തി ചന്ദനത്തിരി കത്തിച്ച് തൂശനിലയിൽ ഗണപതിക്കും മഹാബലിക്കുമായി വിളമ്പി നൽകണം എന്നാണ് പറയുന്നത്. സദ്യയിൽ ആദ്യം വിളമ്പുന്ന മെയിൻ ഒഴിച്ചുകറി പരിപ്പാണ്. ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഒന്നെങ്കിൽ ചെറുപയർ കൊണ്ടോ തുവരപ്പരിപ്പ് കൊണ്ടോ ആണ് കറി വെക്കുക. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സാമ്പാർ. ഇതിനും വിവിധ ഇടങ്ങളിൽ പല രീതിയിലാണ് വെക്കുന്നത്. സദ്യയുടെ മറ്റൊരു പ്രധാന വിഭവങ്ങളിൽ ഒന്നാണ് അവിയൽ. മലയാളികളുടെ പ്രിയപ്പെട്ട കറി കൂടിയാണ് അവിയൽ. ചേനയും കായും കുമ്പളങ്ങയും ഒക്കെ ചേരുന്ന കൂട്ടുകറി മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഉപയോഗിക്കാറുണ്ട്. ചേനയും കായും കൊണ്ടുവെക്കുന്ന എരിശ്ശേരിയും വെള്ളരിക്ക, കുമ്പളങ്ങ, വെണ്ടയ്ക്ക എന്നിവ കൊണ്ടുണ്ടാക്കുന്ന കിച്ചടിയും തെക്കൻ ജില്ലകളിലെ സദ്യകളിൽ കാണാറുണ്ട്. പൈനാപ്പിൾ, മാമ്പഴം, മത്തങ്ങ എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് വെക്കുന്ന പച്ചടി സദ്യയിലെ മധുരമുള്ള കറിയാണ്. തോരനായി ക്യാബേജ്, ബീൻസ്, പയറ്, ചേന, പച്ചക്കായ എന്നിവ ഉപയോഗിക്കാറുണ്ട്. ചിലയിടങ്ങളിൽ കായമെഴുക്ക് വരട്ടിയും സദ്യക്ക് വിളമ്പാറുണ്ട്. തൈര് കൊണ്ടുള്ള വിഭവങ്ങൾ വടക്കൻ പ്രദേശങ്ങളിലെ സദ്യയിൽ കൂടുതലായും ഉണ്ടാകാറുണ്ട്. കാളനും പുളിശ്ശേരിയും അവരുടെ സദ്യയിൽ ഉണ്ടാകും. പൈനാപ്പിളോ ഏത്തപ്പഴമോ കുമ്പളങ്ങയോ ഉപയോഗിച്ചാണ് ഒഴിച്ചുകറിയായ പുളിശ്ശേരി വെക്കുന്നത്. കാളൻ കൂട്ടി അവസാനം ചോറുണ്ണുന്ന പതിവുമുണ്ട്. കാളന്റെ പുളിരസം ഓലൻ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. വൻപയറിന്റെ കൂടെ മത്തങ്ങയോ കുമ്പളങ്ങയോ ഉപയോഗിച്ച് തേങ്ങാപ്പാലിലാണ് ഓലൻ ഉണ്ടാക്കുക. വള്ളുവനാട്ടിൽ കാളൻ സദ്യയിലെ പ്രധാനികളിൽ ഒന്നാണ്. മലബാറിൽ സാമ്പാറിന് തേങ്ങ വറുത്തരച്ചും വെക്കാറുണ്ട്. പച്ചസാമ്പാർ എന്ന പ്രയോഗവുമുണ്ട്. കൂട്ടുകറിയും ഓലനും എരിശ്ശേരിയും കാളനും സദ്യക്ക് പ്രധാനമാണ്. തലശ്ശേരിയിൽ പുളിങ്കറി എന്ന വിഭവവും ഉണ്ടാക്കാറുണ്ട്. ഓണസദ്യയിൽ പായസത്തിൽ അടപ്രഥമനാണ് ഏറ്റവും പ്രധാനം. പണ്ട് തേങ്ങാപ്പാലാണ് ഇതിൽ ചേർത്തിരുന്നതെങ്കിലും ഇന്ന് ഇതിൽ പാലും ഉപയോഗിക്കാറുണ്ട്. പാലടയോ പാൽപായസമോ രണ്ടാം പായസമായും വിളമ്പും. സേമിയയും പരിപ്പ് പ്രഥമനും സദ്യയിലെ സ്ഥിരം വിഭവങ്ങളിൽ ഒന്നാണ്. തെക്കൻ കേരളത്തിൽ അടപ്രഥമനൊപ്പം പഴം ചേർത്ത് കഴിക്കുന്നതും പാലട, പാൽപായസം, സേമിയ എന്നീ പായസങ്ങളിൽ ബോളി ചേർത്ത് കഴിക്കുന്നതും പതിവാണ്. കണ്ണൂരിൽ ഓണസദ്യക്ക് നോൺ വെജ് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യേകതയുമുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ഓണസദ്യയിലെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.